പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ ചിലപ്പോൾ ഓർക്ക് ഇത്രയും സങ്കടമുണ്ട്, ഇത്രയും വേദനയുണ്ട്, ദൈവമേ നീ എന്നെ പരിഗണിക്കുന്നുണ്ടോ, നീ എന്നെ മൈൻഡ് ചെയ്യണുണ്ടോ, നീ എന്നെ കാണുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ നിന്നെയാണ് ഈശോ കാണുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് ഏറ്റവും ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരിക്കും, ഏറ്റവും വലിയ രോഗപീഠലായിരിക്കും, ശരീരം കീറി മുറിയുന്നൊരു വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകായിരിക്കും. ഈശോ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ഗ്രൂപ്പിലെ, ഈ കൂട്ടായ്മയിലെ ഏറ്റവും ചെറുതിനെയാണ്, ഏറ്റവും നിസ്സാരമായതിനെ, ഏറ്റവും ബലഹീനമായതിനെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നു. വളരെ പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ കാര്യമാണ്, ഈശോയുടെ ആ സ്വഭാവം തിരിച്ചറിഞ്ഞാൽ പിന്നെ ഈശോയ്ക്ക് മുഴുവനായിട്ട് അങ്ങ് വിട്ടുകൊടുത്തേക്കുക. പൗലോസ് കൊരിന്തോസാർക്ക് 1-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ബലഹീനമായതിനെ, അവഗണിക്കപ്പെട്ടതിനെ, പരിഗണിക്കാത്തതിനെ എല്ലാം തെരഞ്ഞെടുത്തു. ലോകത്തിന് മുമ്പിൽ ഭോഷത്വമായതിനെ, ലോകത്തിന് മുമ്പിൽ അവഗണിക്കപ്പെട്ടതിനെ, ലോകത്തിന് മുമ്പിൽ ഒരു വിലയില്ലാത്തതിനെ കർത്താവ് തെരഞ്ഞെടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിക്കാണില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളോട് പറഞ്ഞു കാണും, നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളൊരു ശാപമാണെന്ന്, നിങ്ങളൊരു ശല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഒടുക്ക അത് കേട്ട് 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 നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നിക്കാണ്, ഈ ജീവിതം വെറുതെയാണ്, ഒരു ഉപകാരമില്ലാത്ത ജീവിതം, ഒരു അനുഗ്രഹമില്ലാത്ത ജീവിതം, ഒരു നന്മയുണ്ടാവാത്ത ജീവിതം, പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടാത്തൊരു ജീവിതം. എൻ്റെ കർത്താവെ, ഒരു സ്വപ്നങ്ങളും നടന്നിട്ടില്ല, പ്രാർത്ഥിച്ചതോ അധ്വാനിച്ചതോ ഒന്നിനും ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു ഘോഷയാത്ര പോലെ മാത്രമുള്ളൊരു ജീവിതം. ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ജീവിതം നിരാശയിലേക്ക് പോയി ഇത് കളഞ്ഞേക്കാന്ന് വരെ ചിന്തിച്ചു പോയ മനുഷ്യരുണ്ടാവും. പക്ഷെ അവഗണിക്കപ്പെട്ടതിനെ, ഭോഷത്വമായതിനെ, ഉപകാരമില്ലാത്തതിനെ, തിരസ്കരിച്ച് കളഞ്ഞതിനെ തെരഞ്ഞെടുത്തൊരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെട്ടതും നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ പ്രത്യാശ അർപ്പിച്ചതും. അങ്ങനെ ഒരു ദൈവത്തെയാണ്. വലതുരോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇമ്പമുള്ള ജീവിതവും ഏറേധനം മാനങ്ങളും തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേ അടിയ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ.